ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്റ്റോൺ ചെയിൻസ് യൂസ് ചെയ്തിട്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള ഇയറിങ്സ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഒരു ഹാഫ് ബീഡാണ്. ഫസ്റ്റ് നമുക്ക് ഹാഫ് ബീഡ് വെച്ചിട്ട് സ്റ്റോൺ ചെയിനും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഇയറിങ് ചെയ്ത് നോക്കാം. നമ്മുടെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഹാഫ് ബീഡ് നമ്മുടെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഹാഫ് ബീഡ്സ് നമുക്ക് ഒട്ടിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ചുറ്റും സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ സിൽവർ കളറിലെ സ്റ്റോൺ ചെയിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഹാഫ് ബീഡ്സിന് ചുറ്റും കുറച്ച് ഗ്ലൂ കൂടി തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ജസ്റ്റ് ഒരു ഹാഫ് ബീഡും അതുപോലെ തന്നെ സ്റ്റോൺ ചെയിനും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള സ്റ്റഡ് മോഡൽ ഇയറിങ്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ഇടാൻ ഇഷ്ടമല്ലായിരിക്കും. ഇപ്പോൾ സ്മോൾ സ്റ്റഡൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഇയറിങ്സ് ചെയ്ത് നോക്കാവുന്നതാണ്. രണ്ട് ഹാഫ് ബീഡ്സിന് ചുറ്റും നമുക്കിതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇതിന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിൽ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച ആ ഒരു ഹാഫ് ബീഡ്സും സ്റ്റോൺ ചെയിനും നന്നായിട്ട് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ കമ്മലിൻ്റെ പുറകിലായി കൊടുക്കുന്ന ഒരു ബേസായിട്ടുള്ള ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൻ്റെ പുറകുവശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കമ്മലിൻ്റെ ബേസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതും ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിന് ചുറ്റുമുള്ള ആ ഒരു ബാക്കിയുള്ള ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ചുറ്റുമുള്ളത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്കൊരു അഗർബത്തി കത്തിച്ചിട്ട് ഈ ഒരു കമ്മലിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഈ ഒരു ഷീറ്റിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഫുൾ പോയി നല്ല രീതിയിൽ ഒന്ന് ഷേപ്പായി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു കമ്മലിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ ടൈപ്പുള്ള കമ്മലിന് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ആണി ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് വാങ്ങിക്കുന്ന ഷോപ്പിൽ കിട്ടും. 10 ഗ്രാം 20 ഗ്രാം നമുക്ക് ആവശ്യമുള്ളൊരു ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാം. ഇനി നെക്സ്റ്റ് ഒരു ഇയറിങ് ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് സ്റ്റോൺ ചെയിൻ മാത്രം വച്ചിട്ടാണ്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഇയറിങ് ആണ്. നമുക്ക് ഫസ്റ്റ് ഇതിൽ നമുക്കിഷ്ടമുള്ളൊരു ലെങ്തിൽ ഒരു സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുക്കണം. നമ്മളത് സെൻറ്ററിൽ കൊടുക്കാനാണ്. അത് കുറച്ച് ലോങ് ആയിട്ടുള്ളത് ആയിരിക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കുറച്ചുകൂടി ലെങ്ത് കുറഞ്ഞത്, സെൻറ്ററിൽ കൊടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ലെങ്ത് കുറഞ്ഞ 2 സ്റ്റോൺ ചെയിൻസ് വേണം. അതുപോലെ അത് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടി കുറച്ചുകൂടി ലെങ്ത് കുറഞ്ഞ 2 സ്റ്റോൺ ചെയിൻസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ലെങ്ത് നോക്കി ഏകദേശം ഒരേപോലെ വരുന്ന ടൈപ്പ് വേണം ഈ 2 എണ്ണം വെച്ച് കൊടുക്കുന്നത് എടുക്കാൻ കട്ട് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ആ ഫസ്റ്റ് ലെങ്ത് കൂടിയ സ്റ്റോൺ ചെയിൻ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലും ലെങ്ത് കുറച്ചുകൂടി കുറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടി കുറച്ചുകൂടി കുറഞ്ഞത്, അങ്ങനെ 5 ആയിട്ടാണ് വേണം സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാൻ.
ഞാനിവിടെ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ലെങ്ത് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം സെയിം ലെങ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് വച്ച് നോക്കുവാണ് ഇത് ഓക്കെ ആണോ അല്ലയോ. ഇനി അടുത്ത ഒരു ഇയറിങ്ങിന് വേണ്ടിയിട്ട് ഇതേ ലെങ്തിലുള്ള ഒരു സെറ്റ് കൂടി ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുവാണ്. അതാണ് കുറച്ചുകൂടി ഈസി. സെയിം ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ ചെയിൻസ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്ന ഏറ്റവും ലെങ്ത് കൂടിയ സെൻറ്ററിലായിട്ട് വരുന്ന ആ ഒരു സ്റ്റോൺ ചെയിൻ ആണ് ഫസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനെക്കാട്ടി കുറച്ചുകൂടി ലെങ്ത് കുറഞ്ഞ രണ്ട് സൈഡിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്തിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുത്ത സ്റ്റോൺ ചെയിനിൻ്റെ കാട്ടി കുറച്ച് ലെങ്ത് കുറഞ്ഞ അതും സെയിം ലെങ്തിലുള്ള വേണം രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഒട്ടിച്ചതിനെ കാട്ടി കുറച്ചുകൂടി ലെങ്ത് കുറഞ്ഞ സ്റ്റോൺ ചെയിൻ വേണം നമുക്ക് ഇനി അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇയർ റിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഇതൊന്ന് നന്നായി ഉണങ്ങി കിട്ടുന്നവരെ ഇതൊന്ന് മാറ്റി വയ്ക്കണം. നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഇയർ റിങ്ങിന് ഒട്ടിച്ചു കൊടുത്ത പോലെ ബാക്കിൽ ആ സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലുള്ള സ്റ്റഡ് ബേസും അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺ ടൈപ്പായിട്ട് നമുക്കിടാൻ പറ്റുന്ന സ്റ്റഡിനോട് ഇടാൻ പറ്റുന്ന ആ ഒരു ആണിയും ഒക്കെ നമുക്ക് ഒരു 10-20 ഗ്രാമൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറേ ഇയർ റിങ്സ് നമുക്ക് അത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർ റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇയർ റിങ്ങും ഒരു ലോക്കറ്റും ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ലോക്കറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പേപ്പറിൽ ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ട് നമുക്ക് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒന്ന് ഈ ഒരു ഗ്ലൂവിൻ്റെ പുറത്തൂടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ലോക്കറ്റ് നമുക്ക് ഇപ്പോൾ ഞാൻ ഇൻവിസിബിൾ ചെയിനിലൊന്നും അല്ല ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു ചെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോക്കറ്റ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മാറി മാറി ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ ലോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതിന് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് മാച്ച് ചെയ്യുന്ന 2 ഇയർ റിങ്സ് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇയർ റിങ്സ് എനിക്ക് ഇത്രയും ലെങ്തിൽ വേണ്ട. ഈ ഒരു ലോക്കറ്റ് കുറച്ച് വലുതായിട്ടാണ് ചെയ്തത്. പക്ഷേ ഇയർ റിങ്സ് കുറച്ചുകൂടി ചെറുതായ ലെങ്തിൽ മതി. അതുകൊണ്ട്
ഞാൻ കുറച്ചുകൂടി ചെറിയൊരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഗ്ലൂ തേച്ചിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വലിയ ഹാർട്ട് ഷേപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോക്കറ്റിൻ്റെ സെയിം ഷേപ്പിൽ തന്നെ ഇയറിങ്സും ചെയ്തെടുക്കാം. നമ്മുടെ ഇയറിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം ബാക്കിൽ നമ്മുടെ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ലോക്കറ്റ് ഡ്രൈ ആയതിനു ശേഷം ഞാനിത് ആ എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒരു ഐപ്പിൻ കൂടി വെച്ചു കൊടുത്തു. അങ്ങനെയാണ് ലോക്കറ്റ് റെഡിയാക്കിയത്. നമ്മുടെ ഈ 3 ഇയറിങ്സ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ബൈ ബൈ.